തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്തൊതുങ്ങേണ്ടി വന്ന മുന്നണിയെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിർണായക ഇടപെടലിന് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത്. ഈ നീക്കങ്ങളുടെ ഭാഗമായി ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് ചോരി യാത്രയ്ക്ക് സമാനമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പര്യടനം നടത്താനുള്ള കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത്. പാർട്ടിയുടെ താരപ്രചാരകരായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംയുക്തമായി പര്യടനം നയിച്ചേക്കുമെന്നാണ് സൂചന. ഇവർക്ക് പുറമെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണങ്ങളിൽ സംസ്ഥാനത്ത് സജീവമാകും. രാഹുലും പ്രിയങ്കയും നേരിട്ട് നയിക്കുന്ന പര്യടനത്തിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഈ മാസം അവസാന വാരം മുന്നണി നേതൃയോഗം ചേരും. പാർട്ടിയെയും പോഷക സംഘടനകളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തെ അതിജീവിക്കാനും ഹൈക്കമാൻഡ് മേൽനോട്ടം വഹിക്കുന്ന താരപ്രചാരകരുടെ പര്യടനത്തിന് സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കോൺഗ്രസിന്റെ സുപ്രധാനമായ നീക്കമാണ്. കേരളത്തിൽ സംഘടനാ തലത്തിൽ വലിയ നീക്കമാണ് ലക്ഷ്യമിടുന്നത്. കേരള പര്യടനമാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുക്കും എന്നതാണ് സാഹചര്യം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, കഴിഞ്ഞ ദിവസം നമ്മൾ ബീഹാറിൽ ഒരു യാത്ര കണ്ടതാണ്. രേവന്ത് റെഡ്ഡിയും സമാനമായ രാഷ്ട്രീയ നീക്കത്തിനൊടുവിലാണ് തെലങ്കാനയിൽ ഭരണം പിടിച്ചത്. അപ്പോൾ കേരളത്തിലും ഭരണത്തിൽ തിരിച്ചു വരാൻ അങ്ങനെ ഒരു മാസ് മൂവ്മെന്റ്, അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഈ നീക്കം എത്ര കണ്ട് സങ്കീർണമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്? എന്താണ് കോൺഗ്രസിന്റെ ആലോചനകൾ? സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളും മറ്റ് സംഘടനാ തലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കരുത് എന്ന കൃത്യമായൊരു നിർബന്ധം ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവൻ മരണ പോരാട്ടത്തിലൂടെ ഏതു വിധേനയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം തിരിച്ചുപിടിക്കുക എന്നത് ഹൈക്കമാൻഡ് വലിയൊരു ദൌത്യമായി ഏറ്റെടുത്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിട്ടെത്തി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രചാരണ പരിപാടികളും മറ്റ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതടക്കമുള്ള നടപടികളും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടൽ വേണമെന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുകയും ചെയ്തത്. അതിന്റെ ഭാഗമായാണ് ബീഹാറിനെ ഇളക്കിമറിച്ച വോട്ട് ചോരി യാത്രയ്ക്ക് സമാനമായ തരത്തിൽ കേരളത്തിലും കോൺഗ്രസിന്റെ താരപ്രചാരകരായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയെയും വയനാട് MPയും രാഹുലിന്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കേരളത്തിൽ ഒരു 14 ജില്ലകളും കവർ ചെയ്യുന്ന ഒരു പ്രത്യേക പര്യടനത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം കൂടിയാലോചനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസം അവസാന വാരം ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ ധാരണയാകും. അതിന്റെ ഭാഗമായി KPCC നേതൃത്വത്തിന് പുറമെ UDFിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളുമായും ഈ മാസം അവസാന വാരം തലസ്ഥാനത്ത് വെച്ച് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തും. അതിനുശേഷമായിരിക്കും എപ്പോഴായിരിക്കണം ഈ യാത്ര നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെത്തുക. നിലവിൽ നമുക്കറിയാം, കോൺഗ്രസിലെ വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം സംഘടനയെ എല്ലാ തലങ്ങളിലും പോഷക സംഘടനകളെ അടക്കം അവരുടെ പ്രവർത്തനങ്ങളെ അനിശ്ചിതത്വത്തിലാക്കുന്ന തരത്തിലേക്ക് ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായിരുന്നു. അതിനെ മറികടന്ന് പാർട്ടി മുമ്പോട്ട് വരേണ്ടതുണ്ട്. രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് ചേർന്ന് കേരളം മുഴുവൻ നീളുന്ന ഒരു യാത്ര നയിച്ചാൽ പാർട്ടിയെ സംഘടനാ തലത്തിലും മറ്റ് രാഷ്ട്രീയമായും വലിയ പുത്തനുണർവേകുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുമെന്നൊരു വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡിനുണ്ട്. ആ വലിയ പ്രതീക്ഷയിലാണ് രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് ചേർന്ന് യാത്ര നയിക്കട്ടെ, പര്യടനം നയിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് നേരിടുന്ന നിലവിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ ഈ ഇടപെടലിലൂടെ കഴിയുമെന്ന വലിയ കണക്കുകൂട്ടലിലാണ് ഇങ്ങനെയൊരു പര്യടനത്തിന് തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നത്. ഡാൻ, ഈ യാത്രയുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? എവിടം മുതൽ എവിടേക്കാണ്? കാരണം കേരളം പലതരത്തിലുള്ള ഇത്തരം ഇലക്ഷൻ സമയത്തുള്ള യാത്രകൾ പലതും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിപ്പോൾ കേരള നേതാക്കൾക്കപ്പുറം മറ്റൊരു മുഖം കോൺഗ്രസ് കൈവന്നു യാത്ര നടത്തുന്നു എന്നത് കോൺഗ്രസ് അണികൾക്കിടയിലും അതിനുമപ്പുറം വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നീക്കമായി മാറ്റുകയായിരിക്കും അവരുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു സ്വഭാവം എന്തായിരിക്കും? കാൽനട യാത്രയായിരിക്കുമോ? ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നത്? സജിത്ത്, 140 നിയമസഭാ മണ്ഡലങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് ഈ യാത്രയ്ക്ക് വേണ്ട കൂടിയാലോചനകൾ പുരോഗമിക്കുന്നത്. പക്ഷേ ഇത്രയധികം സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്ന് പറയുന്നതിലുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ അതൊക്കെ നേതൃത്വം പരിഗണിക്കുന്നുണ്ട്.
അതുകൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇതിലൊരു കൃത്യമായ ഒരു ചിത്രം വ്യക്തമാകുകയുള്ളൂ. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് രാഹുലിനും പ്രിയങ്കയ്ക്കും പുറമെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, DK ശിവകുമാർ, സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ താരപ്രചാരകർ എല്ലാവരും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള ഈ പ്രചാരണ പരിപാടികളുടെയും ഈ പര്യടനങ്ങളുടെയും ഒക്കെ ഭാഗമായി കേരളത്തിൽ സജീവമാകും. അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നാണ് അറിയുന്നത്. അത് ഹെഡ് ചെയ്യാനായി കേരളത്തിലെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അക്കാര്യത്തിലേക്ക് ഒരു വ്യക്തമായൊരു അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും 140 നിയമസഭാ മണ്ഡലങ്ങളും പ്രതിഫലനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു യാത്രയ്ക്കാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അന്തിമ ചിത്രം ഈ മാസം അവസാനത്തോടെ വ്യക്തമാകും. അങ്ങനെ ഒരു യാത്ര നടത്തി പാർട്ടിയെ സംഘടനാ തലത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായി തെരഞ്ഞെടുപ്പിൽ വിജയം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തകരെയും നേതാക്കളെയും ഒന്നിപ്പിച്ച് നിർത്തുക എന്നൊരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു കേരള പര്യടനത്തിന് ദേശീയ നേതൃത്വം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഡാൻ, ഇതിൽ ഏറ്റവും സുപ്രധാന നീക്കമായി തോന്നുന്ന ഒരു കാര്യം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ അല്പം രൂക്ഷമാവുകയാണ്. അത് പരസ്യമായി പുറത്തു വരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും നേതാവിനെ അയാൾ നയിക്കുന്ന യാത്ര എന്ന തരത്തിലേക്ക് പ്രകടിപ്പിക്കുന്നു എന്നതിനപ്പുറം ദേശീയ നേതാക്കളുടെ ഒരു നിര അണിനിരക്കുന്ന ഒരു യാത്ര എന്ന സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ബോധപൂർവമാണോ? കാരണം കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ അത്തരമൊരു മാസ് മൂവ്മെന്റിന് കഴിയും. ആ ഒരു ചിന്തകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണോ അങ്ങനെ ഒരു ആലോചനയിലേക്ക് വരുന്നത്? 2021 UDF നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ്. ഒരുപക്ഷെ ഈ തർക്കങ്ങളാകും കോൺഗ്രസ് നേരിടാൻ പോകുന്ന ആഭ്യന്തരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ജയസാധ്യതകളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ തർക്കങ്ങൾ പലപ്പോഴും മാറുന്നത് കേരളം കണ്ടിട്ടുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഒരു വിധേനയും ഉണ്ടാകരുത് എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയവും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ ഒരുക്കങ്ങളും ദേശീയ നേതൃത്വം നേരിട്ട് തീരുമാനമെടുത്താൽ മതി എന്നൊരു ധാരണയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അവിടെ തർക്കങ്ങൾ പരിഹരിക്കാനും ഈ ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി ഒത്തുതീർപ്പാക്കാനുമൊക്കെ ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പര്യടനം നടത്തുന്നതിലൂടെ താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളുണ്ട്, നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സുസജ്ജമാക്കാൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷ നേതൃത്വം വെച്ചുപുലർത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായി സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മുഖത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉയർത്തിക്കാണിക്കുന്നതിന് പകരം ദേശീയ നേതാക്കളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്ന പത്രിക അല്ലെങ്കിൽ പ്രകടന പത്രിക അടക്കം അതിലെ ആശയങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറെടുക്കുന്നു.